1987 കാലഘട്ടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിരൂക്ഷമായ പോരാട്ടത്തിലേക്ക് കടക്കും എന്ന് ലോകരാജ്യങ്ങൾ വിലയിരുത്തിയിരുന്ന സമയം. കാരണം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷങ്ങൾ അന്ന് പതിവായിരുന്നു. ബ്രാക്സ് ടാക്സ് എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തിയിൽ 5 മാസത്തോളമാണ് സൈനിക അഭ്യാസം തുടർന്നത്. ആ സൈനിക അഭ്യാസം യുദ്ധത്തിൽ കലാശിക്കും എന്നായിരുന്നു പൊതുവെ ലോകരാജ്യങ്ങൾ എല്ലാം വിലയിരുത്തിയിരുന്നത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. പാകിസ്ഥാനാകട്ടെ പതിവ് പോലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയെ തുടർന്ന് പട്ടാള ഭരണത്തിലുമായിരുന്നു. ജനറൽ സിയ ഉൾ ഹക്ക് ആയിരുന്നു അന്ന് പാകിസ്ഥാന്റെ സൈനിക മേധാവി. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ സംഘർഷം അവസാനിപ്പിക്കണം എന്ന് ഇന്ത്യയും പാകിസ്ഥാനും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അതിന് ചർച്ചകളുടെ സാധ്യത തുറക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഇരു നേതാക്കളും അതിന് തയ്യാറായതും ഇല്ല. അതിന് കാരണം അന്ന് യുദ്ധരംഗത്ത്, സൈനിക ശേഷിയിൽ, സാങ്കേതിക രംഗത്തെല്ലാം പാകിസ്ഥാനേക്കാൾ ഇന്നത്തേതുപോലെ തന്നെ ഏറെ മുന്നിലായിരുന്നു ഇന്ത്യ എന്നുള്ളതാണ്. അതേസമയം പാകിസ്ഥാനാകട്ടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യവുമായിരുന്നു. ആ കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കം ഉണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം കാണാൻ ജനറൽ സിയ ഉൾ ഹക്ക് ഡൽഹിയിൽ പറന്നിറങ്ങി. ഇന്ത്യയുടെ ഔദ്യോഗികമായ ക്ഷണം ഇല്ലാതെയാണ് ജനറൽ സിയ ഉൾ ഹക്ക് ഇന്ത്യയിലേക്ക് എത്തിയത് എന്നതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാൻ രാജീവ് ഗാന്ധി തയ്യാറായില്ല. അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വീകരിക്കാനും രാജീവ് ഗാന്ധി എത്തിയില്ല. ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം രാജീവ് ഗാന്ധിയുടെയും ഇന്ത്യയുടെയും ഈ നിലപാട് ചർച്ച ചെയ്തു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ രാജീവ് ഗാന്ധിയുമായി ആശയവിനിമയം നടത്തി. ശത്രു രാജ്യത്തിൻ്റെ തലവനാണ് എങ്കിൽ പോലും ഇന്ത്യയിലേക്കെത്തിയ അതിഥിയുമായി കൂടിക്കാഴ്ച നടത്തണം എന്ന് പ്രതിപക്ഷ നേതാക്കൾ രാജീവ് ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. ആ ആവശ്യത്തോട് മുഖം തിരിക്കാൻ രാജീവ് ഗാന്ധിക്ക് സാധിച്ചില്ല. അദ്ദേഹം ജനറൽ സിയ ഉൾ ഹക്കും ഒപ്പമായി ക്രിക്കറ്റ് മത്സരം വീക്ഷിച്ചു. അതിനിടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിക്കാഴ്ചകളും നടന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ക്രിക്കറ്റ് എന്ന കായിക മാമാങ്കത്തിലൂടെ ഒഴിവാക്കപ്പെട്ടു. അന്നു മുതലാണ് ക്രിക്കറ്റ് നയതന്ത്രം എന്ന വാക്ക് ലോകരാജ്യങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീട് പലപ്പോഴായി ഇന്ത്യയും പാകിസ്ഥാനും ആ നയതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയിയുടെയും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ. എന്തിനീ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു എന്നാകും. ഇന്ന് സൂപ്പർ സൺഡേയാണ്. ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും കളിക്കളത്തിൽ മുഖാമുഖം വരികയാണ്. ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിന് ആതിഥ്യം വഹിക്കുന്നത് പാകിസ്ഥാനാണ്. എന്നാൽ ആ മണ്ണിലേക്ക് ഇന്ത്യൻ താരങ്ങൾ എത്തിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിന് വേദിയാകുന്നത് ദുബായാണ്. ക്രിക്കറ്റ് കേവലം ഒരു മത്സരം മാത്രമല്ല, അത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രം കൂടിയാണ്.